നീ വേറെ കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് വേറെ കല്യാണം കഴിച്ചോ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ലല്ലോ, നല്ല സ്നേഹമായിരുന്നല്ലോ, അങ്ങനെയാണല്ലോ എല്ലാവരും പറഞ്ഞത്. പിന്നെ എന്താ സംഭവിച്ചത്? കൈവിട്ട് പോയപ്പോൾ തിരിച്ചു പിടിക്കാൻ ധൈര്യമില്ലാതെ നിസ്സഹതയോടുകൂടെ നിറ കണ്ണുകളോടെ നോക്കി നിന്നൊരു നിമിഷം എനിക്ക് പൊതുവെ പുറത്തിറങ്ങി ഇങ്ങനെ ആൾക്കാരുടെ പോയിന്ന് കഴിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കുറേ വർഷങ്ങൾക്ക് മുന്നേ കാഴ്ചക്ക് ചെറിയൊരു പ്രോബ്ലംസ് വന്നപ്പോൾ 2 കണ്ണിന് 3 പ്രാവശ്യം സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം അറിഞ്ഞിട്ടും ചോദിച്ച് നമുക്കത് ഇങ്ങനെ കേട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സുഖം ഉണ്ടല്ലോ, അങ്ങനെ ചോദിക്കുന്ന ഒരു ഇഷ്ടം പോലെയാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു തിക്കും തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാത്ത എൻ്റെ ഒരു ദിവസം ഒന്ന് കണ്ടാലോ. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് പോലും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താണ് വീഡിയോസ് ഇല്ലാത്തത്. പനിയും ചുമയും തലവേദനയൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് വയ്യാതിരുന്നിരുന്നു. ഇപ്പോഴും സൗണ്ടൊന്നും അങ്ങ് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ടെൻഷനൊന്നുമില്ലാതെ മതി ഒരുവോളം ഉറങ്ങി എണീറ്റൊരു ദിവസമായിരിക്കും കേട്ടോ സൺഡേ. മക്കൾക്ക് ക്ലാസ് ഇല്ലെങ്കിൽ സൺഡേ ഭയങ്കര സന്തോഷമില്ല. അതുപോലെ കേട്ടോ എനിക്ക് സാറ്റർഡേ ആകുമ്പോൾ തന്നെ പകുതി സന്തോഷമായി. എന്നാൽ സൺഡേ ആകുമ്പോൾ രാവിലെ നേരത്തെ എണീക്കേണ്ട, ഇങ്ങോട്ടും പോകണ്ട, ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു വാഷ് ബേസ് നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് പുറത്താണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ബെഡ് കോഫിയൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇരുന്ന് അന്തസ്സായിട്ട് അങ്ങ് ആലോചിച്ച് നോക്കി ഇന്ന് എവിടെ പോകണം എന്നുള്ളത്. കാരണം രാത്രി വൈകിയാണ് വരിക, അപ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള ടൈം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ആലോചിച്ചൊരു തീരുമാനത്തിലെത്താനൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ച് സമയം കൂടെ ഇവിടെ ഇരുന്ന് ആലോചിച്ചാൽ ഷംനാസ് വന്നിട്ട് പറയും ഇത്രയും ടൈമായില്ലേ, ഇനിയിപ്പോൾ ഇന്ന് പോകണ്ട, ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലാവട്ടെ ഉമ്മ എന്നും പറഞ്ഞു പോകും. എന്നാൽ പിന്നെ വീട്ടിലങ്ങ് കുടുങ്ങിപ്പോയാൽ വീട്ടു ജോലികളൊക്കെ കഴിയാൻ രാത്രി 10 മണിയാവും. അപ്പത്തിന് നടു ഒടിയും. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഒതുക്കിക്കലും പെറുക്കിക്കലും കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് കുളിച്ച് ഫ്രഷായി വണ്ടി കയറി വന്നാൽ എവിടേക്കെങ്കിലുമൊക്കെ പോവാലോ എന്ന് വെച്ച് പെട്ടെന്ന് എല്ലാം ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് പേര് സംശയം കേട്ടോ, നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിലായാലും നമ്മളെ നേരിട്ട് കാണുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചൊരു മിന്നായം പോലെ നമ്മളെ കണ്ടുപരിചയമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഓടി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ, നീ വേറെ കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ നിൻ്റെ ഹസ്ബൻഡ് വേറെ കല്യാണം കഴിച്ചോ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ചിലർക്കൊക്കെ എല്ലാം അറിയാം, എന്നാലും ചിലവരൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കണമായിരിക്കും കേട്ടോ. ചിലവരൊക്കെ എല്ലാം അറിഞ്ഞിട്ടും ചോദിച്ച് നമുക്കതിങ്ങനെ കേട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സുഖം ഉണ്ടല്ലോ, അങ്ങനെ ചോദിക്കുന്ന ഒരു ഇഷ്ടം പോലെയാണ് കേട്ടോ. എന്നിട്ട് അവർ പറയും ഞങ്ങളൊന്നും ഉണ്ടായിട്ട് ചോദിക്കാമല്ല കേട്ടോ, അറിയാൻ വേണ്ടി ചോദിക്കാം, നിനക്കിനി ഒന്നും തോന്നണ്ടെന്നൊരു മുൻകൂർ ജാമ്യം കേട്ടോ. നമ്മളൊരു പരാജയപ്പെട്ടു പോയ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഒന്നും തോന്നണ്ട, ഒന്നും വിചാരിക്കേണ്ട എന്ന് പറയേണ്ട ആവശ്യമേ അവിടെ ഇല്ല. എൻ്റെ ഓർമ്മകളുടെ ഗാലറിയിലെ പല ചിത്രങ്ങളും മറവിലേക്ക് മാഞ്ഞു പോകാത്ത നെഞ്ചു പൊട്ടിക്കണ കണ്ണ് നിറയിക്കണ കാഴ്ചകളാണ്. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി നോവിച്ചിട്ട് നിനക്ക് വിഷമമൊന്നും തോന്നണ്ട കേട്ടോ, ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുക്കണതിൽ എന്താ അർത്ഥമുള്ളത്? ഇനി അടുത്ത ആൾ സംശയം പറയാവേ. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം എൻ്റെ ഒരു മാരേജൊക്കെ കഴിഞ്ഞൊരു ടൈമിൽ അവർ ഞങ്ങളെ കണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല സ്നേഹമായിരുന്നല്ലോ, അങ്ങനെയാണല്ലോ എല്ലാവരും പറഞ്ഞത്. പിന്നെ എന്താ സംഭവിച്ചത് എന്നിട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഭാഷയിലൊന്ന് പറയാവേ. ആഗ്രഹിച്ച പലതും കൈവിട്ട് പോയപ്പോൾ തിരിച്ചു പിടിക്കാൻ ധൈര്യമില്ലാതെ നിസ്സഹതയോടുകൂടെ നിറ കണ്ണുകളോടെ നോക്കി നിന്നൊരു നിമിഷം എനിക്കുണ്ട്. വേണമെങ്കിൽ നമുക്കതിനെ വിധി എന്നൊക്കെ പറഞ്ഞങ്ങ് സമാധാനിക്കാം. ഇനിയും ഞാൻ അങ്ങോട്ട് തട്ടിമുട്ടി ഇവിടെ നിന്നങ്ങ് സമയം കളഞ്ഞാൽ ഷംനാസ് പറയും ഇനിയിപ്പോൾ ഒരുപാട് ടൈം ആയില്ലേ, ഇനിയിപ്പോൾ ഈ ആഴ്ച വേണ്ട, നമുക്കിനി അടുത്ത ആഴ്ച പോവാമെന്ന് പറഞ്ഞ് പോക്കങ്ങ് മാറ്റി വയ്ക്കും. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വണ്ടി കയറാവേ. അങ്ങനെ ഇതാ പെട്ടെന്ന് കുളി നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നല്ലൊരു പീക്കോക്കെ കേട്ടോ, നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് പറയുന്ന കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാലും നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിലും നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയുന്ന കുറച്ച് പേരെങ്കിലും ഒക്കെ കേട്ടോ. അവരോടാണോ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം. അപ്പോൾ ഈ ഒരു യാത്ര കാണുമ്പോൾ പലരും ചിന്തിക്കും നമ്മൾ സ്ഥിരം റൂട്ടായിരിക്കും എന്നല്ലേ. ഒരാഴ്ചയോളം നമ്മൾ തീരുമാനിക്കും അടുത്ത ആഴ്ച എവിടെ പോകണം എന്നുള്ളത്. എന്നാൽ ഇതുവരെയായിട്ടൊരു തീരുമാനമായില്ല. അപ്പോൾ ഈ ഒരു റൂട്ടെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ വയനാട് വഴി അങ്ങനെ മുത്തങ്ങ വഴി ഇങ്ങനെ ഒരു മടക്കായാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊരുവിധം എല്ലാവരും ഓക്കെ ആയിരുന്നു കേട്ടോ. കാരണം കൂടിയും പറയാവേ. കാരണം വയനാട് വഴി പോകുമ്പോൾ നമുക്ക് തിരിച്ച് മുത്തങ്ങ വഴി ഇങ്ങനെ ഗൂഡല്ലൂർ വഴി എൻ്റെ ജന്മനാട്ടിലൂടെ ഉള്ളൊരു മടക്കം. അപ്പോൾ എന്താ പറയുക, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചെന്ന് വയനാട്ടിലോട്ടാണ് കേട്ടോ യാത്ര. ഈ റൂട്ടൊക്കെ നമ്മൾ സ്ഥിരം റൂട്ടായത് കാരണം തന്നെ നമുക്ക് നല്ല ഫുഡ് കിട്ടണം, നല്ല ചായ കിട്ടണം, നല്ല സ്നാക്സ് കിട്ടണമൊക്കെ എവിടെയെന്നൊക്കെ അറിയാം കേട്ടോ. കാരണം അപ്പോൾ സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് കഴിക്കാറുള്ളത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കണമെങ്കിൽ മാത്രം ഇറങ്ങി കഴിക്കും കേട്ടോ. ചായ സ്നാക്സൊക്കെ നമ്മൾ വണ്ടിയിൽ തന്നെ കഴിക്കുക. കാരണം അത് എനിക്കിങ്ങനെ പൊതുവെ പുറത്തിറങ്ങി ഇങ്ങനെ ആൾക്കാരുടെ പോയിരുന്ന് കഴിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അഹങ്കാരം പറയുന്നതല്ല, ചെറിയൊരു മടി പോലെയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കഴിക്കുമ്പോൾ ആരും കാണില്ലല്ലോ. പിന്നെ ഫുഡ് കഴിക്കാൻ പിന്നെ ഷീനു ഈ വണ്ടി മാറ്റിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും സമ്മതിക്കുകയല്ല, ഫുഡിൻ്റെ സ്മെല്ലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഇറങ്ങി കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രസ്സും നമ്മളെ ഷോപ്പിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ XL, XL, XXL ഒക്കെ വേണമെങ്കിൽ നമ്മൾ അതുപോലെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും.
എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, ചെറിയ പ്രശ്നമല്ല വലിയ പ്രശ്നം തന്നെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സൗണ്ട് കിട്ടാണ്ടായി പോകുന്നുണ്ട്, അപ്പോൾ സൗണ്ടൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ പലരും പറയണതാണ് കേട്ടോ, എനിക്ക് ക്യാഷ് ഉണ്ടായപ്പോൾ എനിക്ക് മൂപ്പരെ പറ്റാണ്ടായിപ്പോയി, പിന്നെ എനിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു, അവർക്ക് ആ സാഹചര്യങ്ങൾ ഇല്ലാത്ത കാരണമാണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് സാഹചര്യം ഇന്ന സാഹചര്യമുണ്ട്, നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുതരൂല. കാരണം സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. കാരണം എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പറയണം എനിക്കാകെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാൾക്ക് ഈ ലോകത്ത് എന്ത് ജോലിയാണ് കിട്ടുക? അങ്ങനെ ജോലിയൊന്നും കിട്ടത്തില്ല. പിന്നെ എനിക്ക് 2 കണ്ണുകളെ ഉള്ളെങ്കിലും ആ 2 കണ്ണുകൾ 3 പ്രാവശ്യം സർജറി കഴിഞ്ഞ കണ്ണുകളാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുന്നേ കാഴ്ചയ്ക്ക് ചെറിയൊരു പ്രോബ്ലംസ് വന്നപ്പോൾ 2 കണ്ണിന് 3 പ്രാവശ്യം സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊങ്ങച്ചൻ പറയല്ലോ കേട്ടോ, ചിലരൊക്കെ എന്നോട് എൻ്റെ നോട്ടം നല്ല ഭംഗിയാണ്, അതുപോലെ എൻ്റെ കണ്ണുകൾക്ക് നല്ല ഭംഗിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും കേട്ടോ, എൻ്റെ 2 കണ്ണ് 3 പ്രാവശ്യം സർജറി ചെയ്തിരിക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമായിരിക്കും എന്ന് ഞാനും പറയും കേട്ടോ. അന്നൊക്കെ ലേഡീസ് ലൈഫിലൊരു ട്രാജഡി സംഭവിച്ചാൽ സ്റ്റിച്ചിങ് പഠിക്കും, വീട്ടിൽ സ്റ്റിച്ച് ചെയ്യും. പക്ഷേ എൻ്റെ കണ്ണുകൾ പ്രശ്നമുള്ള കാരണം എനിക്ക് അതും പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴും നമ്മളെ ഡ്രസ്സുകൾ അതുപോലെ നമ്മളെ ഷോപ്പിലെ ഡ്രസ്സ് എല്ലാം ഡിസൈൻ ചെയ്യണം ഞാൻ, പക്ഷേ എനിക്ക് സ്റ്റിച്ചിങ് നടക്കില്ല. അപ്പോൾ ഇത്രയും ദുർബലമായിട്ടുള്ള എനിക്ക് എല്ലാ തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ സാഹചര്യങ്ങളില്ല എന്ന് പറയുന്നത് വെറുതെ പറയല്ലേ. സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണില്ല, ശ്രമിക്കണില്ല, ജോലിയുള്ള മനസ്സില്ല, അതല്ലേ വിശ്വസിക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ശരി. നമുക്ക് ഉമ്മ ഉണ്ടെങ്കിൽ, നമുക്ക് വാപ്പ ഉണ്ടെങ്കിൽ, നമുക്ക് മക്കളുണ്ടെങ്കിൽ അവരോടൊക്കെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പലരും എടുക്കുന്ന ഡയലോഗാണ് എൻ്റെ വിധിയാണ്, എനിക്ക് വിധിയില്ല, അതല്ലെങ്കിൽ എനിക്കതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല എന്നൊക്കെ. ഇത്രയും വലിയ ഈ ലോകത്ത് 95% പേർക്കും സാഹചര്യങ്ങളുണ്ടെങ്കിൽ 5% പേർക്ക് മാത്രമേ ഈ സാഹചര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലേ. അവർക്ക് ജോലിയുള്ള മനസ്സില്ല, സാഹചര്യം കണ്ടുപിടിക്കാനുള്ള മനസ്സില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ വയനാട് എത്തിയിട്ടോ. വയനാട് എത്തിയപ്പോൾ നെസ്റ്റോ കണ്ടപ്പോൾ അവിടെ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് അറിയാൻ ചെറിയൊരു ആകാംക്ഷ. നമ്മൾ മലയാളീസ് പൊതുവെ ഓഫർ എന്ന് കണ്ടങ്ങ് കമിഴ്ന്നടിച്ച് വീണ് പോകുമല്ലേ. അപ്പോൾ അങ്ങനെ ഓഫറൊക്കെ കയറിയപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അത്ര വലിയ ഓഫറൊന്നും ഇവിടെ തോന്നിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. അപ്പോൾ ഷീനു പറഞ്ഞു ഇവിടെ ഒരു ബേക്കറി ഉണ്ട്, നല്ല ചൂടുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ കിട്ടും, ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ജലജ ബേക്കറി പറഞ്ഞിട്ടൊരു ബേക്കറി പോയിട്ട് കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ. അവൻ പറഞ്ഞ പോലെ തന്നെ നല്ല ചൂടോടുകൂടി തന്നെയായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഈ ഓഫർ എന്ന് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ, നമ്മൾ റേറ്റ് കുറഞ്ഞതോ അതല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞതോ ഒക്കെ ആയിരിക്കും ഈ ഓഫറിൽ സെയിൽ ചെയ്യണത്, നല്ലതൊന്നും ആയിരിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഓഫർ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ ചിന്താഗതിയൊക്കെ അങ്ങ് മാറി. നമ്മൾ ഓഫർ വയ്ക്കുമ്പോൾ ബണ്ടിൽ നേരെ വരും, നേരെ ഓഫർ കയറ്റും. നമ്മൾ സെയിം മെറ്റീരിയൽ നമ്മൾ സെയിൽ ചെയ്യണേ, ഓഫർ അല്ലാത്ത ടൈമിൽ നമ്മൾ സെയിൽ ചെയ്യണ സെയിം മെറ്റീരിയലാണ് നമ്മൾ ഓഫറിൽ സെയിൽ ചെയ്യണേ. ആ ഒരു ദിവസം മാത്രം റേറ്റ് കുറച്ച് കൊടുക്കുന്നു മാത്രം. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സെയിലും ഉണ്ടാവും, കൂട്ടത്തിൽ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് 1 2 ഒക്കെ കൂടുതൽ എടുക്കാനുള്ളൊരു സാഹചര്യം രണ്ടുമാണ് കേട്ടോ നമ്മളവിടെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഓഫർ എന്നൊക്കെ കണ്ടാൽ ഞാൻ കയറി നോക്കൂട്ടോ. എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് അത്ര വലിയ ഓഫറൊന്നും തോന്നിയില്ല, അപ്പോൾ ഇവിടുന്ന് അധികം ഒന്നും വാങ്ങിച്ചില്ല. ഓഫറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാട്ടോ ഒരുപാട് കസ്റ്റമർ നമ്മളോട് കുറേ ആയാലും ഓഫറൊന്നും ഇല്ലാത്ത, എന്താ ഓഫർ വയ്ക്കാത്തതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു അടിപൊളി ഓഫർ വയ്ക്കേണ്ടത് ദിവസം നമ്മൾ തീരുമാനിച്ചിട്ടില്ല, അത് നമ്മൾ അറിയിക്കണമായിരിക്കും കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ്, ന്യൂ കളക്ഷൻസ് വെച്ചിട്ട് നല്ല അടിപൊളി മെറ്റീരിയൽ വെച്ചിട്ട് നല്ല അടിപൊളി മോഡൽ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഓഫർ വയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ വാങ്ങിക്കുകയും ചെയ്യണം, അല്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ വയനാടൊക്കെ കവർ ചെയ്ത് നമ്മളത് ആ മുത്തങ്ങ റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇരുട്ടാവാണ്, ഇനി ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് ആ മുത്തങ്ങ കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ലൊരു അടിപൊളി കാഴ്ച ഉണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകല്ലേ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്, അപ്പോൾ സ്കിപ്പ് ചെയ്യല്ലേ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ ഒരു റൂട്ട് അല്ലെങ്കിൽ മുത്തങ്ങ റൂട്ട് സഞ്ചരിച്ചില്ലെങ്കിൽ ഷംനാസിന് എന്തോ പോലാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണെങ്കിലും അവനാണ് വല്ലാതെ അഡിക്റ്റ് കേട്ടോ. അവർക്ക് ഒരുപാട് ആനകളെയും കുറേ മൃഗങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നിനോട് വാശി പിടിക്കണോ വേറെ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോയെന്നോ ഞാൻ കേട്ടിട്ടില്ല. മൃഗങ്ങളെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഇതാ ആഗ്രഹിച്ചതുപോലെ തന്നെ കുറേ ആനകളെ കണ്ടു. അപ്പോൾ ഈ ഒരു വരവ് വെറുതെ ആയില്ല. അപ്പോൾ ബാക്കി കാഴ്ചകളൂടി കാണാവേ. അങ്ങനെ ആനകളെയൊക്കെ കണ്ട് മദ്യം മറന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാട്ടോ കുറേ വണ്ടികൾ നിർത്തിയിട്ട് അവിടെ പുലിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ പറയാം, അവിടെ പുലിയൊന്നും ഉണ്ടാവില്ല, നമ്മളിതുവരെ വന്നിട്ട് ഇങ്ങനെ പുലിനെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ആ മരത്തിലതാ പുലി പറഞ്ഞിട്ടോ വണ്ടിയിൽ പോകുന്ന ആൾക്കാർ. അപ്പോൾ നോക്കിയപ്പോൾ കണ്ടതാ ആ മരത്തിൽ പുലി ഇരിക്കുന്നുണ്ടോ. അപ്പോൾ പിന്നെ അവിടെ എല്ലാ വണ്ടികളും അവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അവിടെ അങ്ങ് ബ്ലോക്കായിട്ടോ. നമ്മൾ പുലി ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നമ്മൾ കാഴ്ച ബംഗ്ലാവിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ നേരിട്ട് ഇങ്ങനെ ഡയറക്റ്റ് കാണുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കേട്ടോ പുലിനെ കണ്ടിട്ട്. അങ്ങനെ റോഡ് അവിടെ അങ്ങ് ബ്ലോക്കായിട്ടോ. അങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയപ്പോൾ പുലി പുലിൻ്റെ വഴിക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഫോറസ്റ്റ് കവർ ചെയ്യാറുണ്ടെങ്കിൽ പോലും പുലിയെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ്ടോ കാണും. അങ്ങനെ ഇതാ പോണ പോക്കിൽ നമ്മളൊരു ആനനെയും കൂടിയും കണ്ടിട്ടോ. അപ്പോൾ ഈ ഒരു വരവ് ശരിക്കും മുതലായി എന്ന് തന്നെ പറയാം, റാഹത്തായി എന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാവരും വളരെ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു യാത്രയിൽ.
എല്ലാം അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും കുത്തി നോക്കുന്നവരോട് കേട്ടോ. പുനർജന്മത്തിൽ വിശ്വാസമില്ലാത്ത എത്രയോ മനുഷ്യരാണ് ഇഷ്ടപ്പെട്ടൊരു ജീവിതം ജീവിക്കാൻ വീണ്ടും ഒരു പുനർജന്മം പ്രതീക്ഷിച്ച് ജീവിക്കുന്നത്. മരണപ്പെട്ടവരാരും തിരിച്ചു വരാത്തിടത്തോളം കാലം പുനർജന്മം എന്നുള്ളതൊരു സങ്കല്പം മാത്രമാണ്. ഇനി എത്രയോ ജന്മങ്ങൾ പിറവിയെടുത്താലും എനിക്കെൻ്റെ മക്കളുടെ ഉമ്മയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഞാനതിൽ ഹാപ്പിയാണ്. നഷ്ടപ്പെട്ട സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല, പക്ഷെ വരാനിരിക്കുന്ന സമയം നമുക്ക് നഷ്ടപ്പെടുത്താതെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ നല്ല വെജിറ്റബിൾസ് കണ്ടപ്പോൾ കുറേ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വഴിക്കടവെത്തി രാത്രിക്കുള്ള ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇനി എത്തുമ്പോൾ ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ നാട്ടിലെത്തും. അപ്പോൾ ഇനി അടുത്ത ആഴ്ചക്കുള്ള കാത്തിരിപ്പാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.